ഇപ്പോൾ നമുക്ക് എവിടെ നോക്കിയാലും മാങ്ങ കിട്ടുന്ന ഒരു സമയമല്ലേ, നല്ല പച്ച മാങ്ങ ഇട്ടിട്ട് ഒരു മീൻകറി വെച്ചാലോ, അത് നല്ലൊരു സ്രാവിൻ്റെ കറി കേട്ടോ. പച്ച മാങ്ങ ഇട്ട് നമ്മൾ കല്യാണ വീട്ടിലൊക്കെ വെക്കൂലേ, അതേപോലെ നമുക്ക് പച്ച മാങ്ങ ഇട്ടിട്ട് കുറച്ച് സ്രാവിൻ്റെ കറി വെക്കാം. എങ്ങനെയുണ്ട്? കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടുണ്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ലൈക്ക് അടിച്ചിട്ടേക്ക്. ഇനി ഇഷ്ടപ്പെട്ടില്ല അൺലൈക്ക് അടിക്കാനും മടിക്കണ്ട. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഇതിൻ്റെ കുക്കിംഗ് വീഡിയോ ആണ് കാണാൻ പോകുന്നത്. നല്ല ചോറിൻ്റെ കൂടെ കൂട്ടിക്കൊണ്ട് കുഴച്ചടിക്കാൻ പറ്റിയ മാങ്ങ ഇട്ടിട്ടുള്ള സ്രാവിൻ്റെ കറി. ഇതാ ഇത്തിരി ചോറ് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ആ കറി കുറച്ച് കട്ടിയുള്ള തിക്ക് ഗ്രേവി, അതാണ് പ്രത്യേകത. അതിങ്ങനെ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചങ്ങോട്ട് കൂട്ടി അടിക്കുക. മാങ്ങേൻ്റെ പുളിയൊക്കെ തന്നെ കഷ്ടമൊക്കെ എടുത്തിട്ട് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നേരെ ആ കുക്കിംഗ് വീഡിയോയിലേക്ക് പോകല്ലേ. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നത്. ഒന്നുമില്ല, ഒരു മാങ്ങ എടുക്കുക. മാങ്ങ ഫുള്ളായിട്ടൊന്നും വേണ്ട, കുറച്ച് ഒരു കഷ്ണം മാങ്ങ എടുത്തുള്ളൂ. അതങ്ങോട്ട് തോലൊക്കെ ചെത്തി ഒന്ന് മുറിച്ചെടുക്കുക. നല്ല ചൊനച്ച മാങ്ങയാണ്, അടിപൊളി. നല്ല പുളിയുള്ള മാങ്ങ വേണം കേട്ടോ. ആ തോലൊക്കെ ചെത്തി ഇതേപോലെ ഒരു മീഡിയം സൈസ് കഷ്ണം, നമ്മൾ മീൻ കഷ്ണത്തിൻ്റെ ആ ഒരു വലുപ്പത്തിൽ തന്നെ സ്രാവാട്ടം എടുത്ത് ആ ഒരു വലുപ്പത്തിൽ അങ്ങോട്ട് മുറിച്ച് വെക്കുക. ചട്ടി എടുക്കുക, കറി വെച്ച് കൊടുക്കുക. ഇതിലേക്ക് കുറച്ചുള്ളി, പിന്നെ മാങ്ങ, വെളുത്തുള്ളി വേണ്ട, ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുക കേട്ടോ. അതാണ്. പിന്നെ അതിലേക്ക് നമ്മളെ പൊടികൾ പറഞ്ഞാൽ കുറച്ച് മഞ്ഞപ്പൊടിയും ചേർക്കണം, മുളക് പൊടിയും ചേർക്കണം. പിന്നെ മീൻകറിയൊക്കെ വെക്കും മീൻ ചട്ടി തന്നെ, മൺചട്ടി തന്നെയാണ് അതിൻ്റെ ഒരു ഉത്തമം തന്നെ. ഇനി നമ്മളിത് വേവിക്കാൻ പോകുന്നത് പുളിവെള്ളത്തിലാട്ടോ. അപ്പം മാങ്ങേൻ്റെ പുളി ഉണ്ടാവും, പിന്നെ നമ്മളെ പുളിവെള്ളത്തിൻ്റെ ഒരു പുളി, അപ്പോൾ അത് നോക്കിയിട്ട് എടുക്കുക. അപ്പോൾ പുളിവെള്ളത്തിൻ്റെ അതിൽ കിടന്നിട്ട് ആ മാങ്ങ ഒന്ന് വെന്ത് വരട്ടെ. മാങ്ങ വേവാനുള്ള മീനൊക്കെ പെട്ടെന്ന് സ്രാവല്ലേ പെട്ടെന്ന്. അതേപോലെ ഉള്ളി ഒരു ചെറിയ കഷ്ണം, പേരിന് കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തിളച്ച് മാങ്ങയൊക്കെ ഒന്ന് വെന്ത് തുടങ്ങിയിട്ടേ ഉണ്ടാവുള്ളൂ. അത് നമ്മൾ തക്കാളി ചേർക്കുക, ഒരു കഷ്ണം തക്കാളിയും കൂടി. പച്ച മീൻകറി സ്രാവൊക്കെ വെക്കുമ്പോൾ ഈ ഒരു എന്താ പറയുക, തക്കാളി എനിക്ക് ഭയങ്കര ഇഷ്ടം, അതുകൊണ്ടാണ് ഒരു തക്കാളി. ഇനിയിപ്പോൾ ഉണക്കസ്രാവാണ് ഇതേ റെസിപ്പീനെ, പക്ഷേ ഞാൻ തക്കാളി ചേർക്കാതെ വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ പച്ചസ്രാവാകുമ്പോൾ അതിലൊരു തക്കാളിയും കൂടി ഇട്ടൊരു ടേസ്റ്റാണ്. ഇനി അതൊക്കെ ഒന്ന് വെന്ത് അത് തുറന്ന് നോക്കുമല്ലോ, കുറച്ച് നേരം വറ്റിക്ക് കുറുകി വന്നിട്ടുണ്ട് ചാറ്. മാങ്ങ വെന്തുണ്ടോ നോക്കട്ടെ, ഞെക്കിയൊക്കെ ഉരുളക്കിഴങ്ങ് വെന്ത പോലെ കേട്ടോ, വെന്ത് അലിഞ്ഞുണ്ട് മാങ്ങ. അത് മതി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിലേക്ക് മാങ്ങ വെന്ത് കഴിഞ്ഞാൽ പിന്നെ ഉപ്പ് ചേർക്കണം. ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്താലും കുഴപ്പമൊന്നുമില്ല, ഇപ്പം ചേർത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക. പിന്നെ മീൻ വേവാനുള്ള വെള്ളവും വേണമല്ലോ. അപ്പോൾ ഈ ഗ്രേവിയിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ആ ഉപ്പും മുളകും ഒക്കെ റെഡിയാണോ എന്ന് നോക്കുക. ആവശ്യം എന്താ പറയുക, എരിവൊക്കെ വേണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ തേങ്ങ അരച്ച കറിയിൽ അധികം എരിവ് വേണ്ടാലോ. അപ്പോൾ മുളകൊക്കെ നോക്കിയിട്ട് ഉപ്പൊക്കെ നോക്കി സെറ്റാക്കി ഇത് നന്നായിട്ടൊന്ന് തിളച്ചാൽ നമുക്ക് മീൻ അങ്ങോട്ട് ചേർക്കാം. കാരണം സ്രാവാണ്, പെട്ടെന്ന് ഉടഞ്ഞു പോകുക. അതുകൊണ്ട് നന്നായിട്ട് അങ്ങോട്ട് തിളയ്ക്കുക. ജസ്റ്റ് ഒന്ന് ചൂടാകുമ്പോൾ മീൻ എന്താ പറയുക, കറി റെഡിയാവും. അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു 1/2 കിലോളം സ്രാവ് ഒരു നല്ല കഷ്ണമാക്കി മുറിക്കുക. ഇപ്പോൾ സ്രാവ് ആകുമ്പോൾ ഞാൻ എപ്പോഴും സ്രാവിൻ്റെ തല അവിടെ ഉണ്ട്, ഒരു 1-2 കഷ്ണയിൽ മുറിച്ചിടാൻ പറയാറുണ്ട്. നല്ലൊരു ടേസ്റ്റ് സ്രാവിൻ്റെ തലക്കറി മാത്രം വെക്കാൻ വേറൊരു ടേസ്റ്റ് കേട്ടോ. നമുക്കൊരു തവണ വീഡിയോ ചെയ്ത് നോക്കണം. നമ്മൾ മാർക്കറ്റ് പോകുമ്പോൾ തല കിട്ടും, ഒരു 1.5 കിലോ ഒക്കെ ഉള്ള ഒരു തല വാങ്ങിയിട്ട് കറി വെച്ച് നോക്കാം. കണ്ടില്ലേ, ആ മീൻ അതിലേക്ക് ഇട്ട് ഈ സമയത്ത് ശരിക്കും സ്പൂണിട്ടൊന്നും ഇളക്കേണ്ട ആവശ്യമില്ല, മീൻ ഉടഞ്ഞു പോകും. ശരിക്കും ഇപ്പം ഒരു കൈമേൽ ഫോണുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഇളക്കുന്നത്. അപ്പം മീൻ പെട്ടെന്ന് തന്നെ വേവും. ഇനി നമ്മൾ അതിലേക്ക് എന്ത് ചെയ്യുക, നല്ല വെണ്ണ പോലെ അരച്ചിട്ടുള്ള തേങ്ങ ചേർക്കുക. തേങ്ങ എത്ര ഫൈനായിട്ട് അരയ്ക്കാൻ പറ്റുമോ അത്രയും ഫൈനായിട്ട് അരയ്ക്കുക. ഒരു എന്താ പറയുക, ഞാൻ അതിൽ ഉപ്പ് ജീരകം ഒന്നും ചേർത്തില്ല, വെറും പച്ച തേങ്ങ അരച്ച കേട്ടോ. അതൊന്ന് തിളച്ച് തുടങ്ങിയാൽ നമ്മളെ പണി അങ്ങോട്ട് കഴിഞ്ഞു. വേണേൽ കുറച്ച് കറിവേപ്പിലൊക്കെ ചേർക്കാം. ഇനി ഒരു മെയിൻ സ്രാവ് കറീൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ കല്യാണ വീട്ടിലൊക്കെ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ്, അത് വരാനുള്ളൊരു പരിപാടി ഇതാ. ഈ ഒരു വറവിടലോട് കഴിഞ്ഞാൽ പണി അങ്ങോട്ട് കഴിഞ്ഞു. വെളിച്ചെണ്ണയിൽ തന്നെ വറവിടും കേട്ടോ. മീനൊക്കെ കറിയൊക്കെ ഓയിലൊന്നും വറവിട്ടാൽ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടുമല്ലോ. അപ്പോൾ വെളിച്ചെണ്ണയിൽ ആദ്യം കടുക് അങ്ങോട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഉലുവ ചേർത്ത് കൊടുക്കുക. ഉലുവ പൊടിയാണെങ്കിൽ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ചേർത്ത്, അതായത് ഉലുവ ആയതുകൊണ്ട് നമ്മളിപ്പോൾ തന്നെ ചേർത്തു. പിന്നെ ഒരു 3-4 ചെറിയുള്ളി വളരെ നൈസായിട്ട് അരിഞ്ഞിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക, ഒരു പ്രത്യേക ടേസ്റ്റ് വരും. അപ്പോൾ കടുകൊക്കെ പൊട്ടിയിട്ട് ഉലുവയും സെറ്റാണ്. അതിലേക്ക് നമ്മളെ ചെറിയുള്ളി ചേർത്ത് അതൊന്ന് ബ്രൗൺ കളറായി വരട്ടെ. അപ്പോൾ അത്രയും നേരം അതൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിനോട് ഈ ഒരു സ്റ്റേജ്, കാരണം കറിവേപ്പില ഒരു വാടി വന്ന നല്ലൊരു ടേസ്റ്റ് അല്ലേ, അതും ചേർത്ത്. ഇനി കുറച്ച് പൊടികൾ ചേർക്കാനുണ്ട് ഇതിലേക്ക്. നമ്മളെ ഒരു ഇത്തിരി ഒരു 1/2 സ്പൂൺ മുളക് പൊടി, ഒരു ഇത്തിരി കായപ്പൊടിയും. ആദ്യമൊന്നും ഞാൻ കായപ്പൊടി ചേർക്കാറില്ല. പിന്നെ ഒരു കല്യാണം വീട്ടിൽ നിന്ന് ഒരാൾ ഉണ്ടാക്കുന്നതാണ്, മൂപ്പർ കായപ്പൊടി ഇടുന്നത് കണ്ടപ്പോൾ ഞാൻ സാധാരണ സാമ്പാറിലൊക്കെ എന്നോട് കായപ്പൊടി കാണുക. അപ്പോൾ അങ്ങനെ അടിച്ചു മാറ്റിയ റെസിപ്പി ആയിട്ടത്. അതും കൂടി ചെറിയ ഉലുവ പൊടിയാണെങ്കിൽ സേവ് ചേർത്താൽ മതി. അത് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചിട്ട് കരിഞ്ഞു പോകും. അതൊരു ലെവലിൽ എടുക്കണം ആ മുളക് പൊടിയൊക്കെ ചേർത്തുകൊണ്ട്. ഇത്രയും പണിയുള്ള മക്കളെ, അടിപൊളി സ്രാവ് കറി. ഇനി ഇതവിടെ
മൂടി അവിടെ വെക്കുക. നമ്മൾ ചോറൊക്കെ തിന്നാൻ നേരെ തുറന്നാൽ മതി, അവിടെ കിടന്നോട്ടെ സാധനം. കണ്ടില്ല, ഒക്കെ സെറ്റാട്ടോ. ഒക്കെ കറിയൊക്കെ തണുത്ത് സെറ്റായിട്ട് ആ ഒരു ഗ്രേവിയാണ്. അത് നല്ല എന്താ പറയുക, വെണ്ണ പോലെ ഉണ്ടാവണം. അതാണ് ആ ഒരു ടേസ്റ്റ്. നന്നായിട്ട് ഫൈനായിട്ട് നല്ല മൂത്ത തേങ്ങ നന്നായിട്ട് അരച്ചെടുത്താൽ ഇങ്ങനെ കിട്ടും. ആ വറവും അത് നല്ല സ്മെല്ലും സ്രാവരൊക്കെ ആകുമ്പോൾ കണ്ടില്ലേ. തക്കാളി ഈ ഒരു ലെവലിൽ വെന്താൽ മതി. ഉണക്ക സ്രാവ് നമുക്ക് ഇതേപോലെ ഉണ്ടാക്കാം, പക്ഷേ തക്കാളിയിലുണ്ടാകും. ഞാൻ വീട്ടിലെങ്ങനെ ഉണ്ടാക്കാം, മാങ്ങ ഇട്ടിട്ട് ഉണക്ക സ്രാവ് വെക്കുമ്പോൾ. അപ്പം നല്ല ഇത്തിരി ചോറിന് കൂടെ കൂട്ടിക്കൊണ്ട് പിടിച്ചാലോ, സെറ്റല്ലേ. അപ്പോൾ ലേശം ചോറ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മെല്ലെ അതിൻ്റെ പരിപാടി നോക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. ഇതേപോലെ വീഡിയോസ് ഒരുപാട് ചാനലുണ്ട്, നിങ്ങൾ കയറി കണ്ടു നോക്കേണ്ടി. അപ്പോൾ ആ ചോറിന് മുകളിലേക്ക് ഇതാ ഇങ്ങനെ അങ്ങോട്ട് എടുത്തു. വേറെ ഒരു സാധനവും വേണ്ട, ഈ ഒരു സ്രാവ് കറി ഉണ്ടെങ്കിൽ കണ്ടോ, ആ ഗ്രേവി ആണ് ഇതിൻ്റെ സ്പെഷ്യൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ പറയണ്ടല്ലോ. മാങ്ങേൻ്റെ കഷ്ണം കാണിച്ചു തരാം, നല്ല വെന്ത് അലിഞ്ഞോ. ആ ഒരു മാങ്ങ മാത്രം കൂട്ടി ആ ചാറ് നല്ല പുളി കേട്ടോ, നല്ലൊരു മാങ്ങേൻ്റെ പുളി, ഓറ് പുളിയൊന്നും ഉണ്ടാവില്ല. അതെങ്ങനെ കൂട്ടി അടിക്കുക, സെറ്റ്. അപ്പോൾ ശരി, ഞാൻ വല്ല വീഡിയോ അങ്ങോട്ട് അവസാനിപ്പിക്കട്ടെ കേട്ടോ, ബോറടിപ്പിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകും കേട്ടോ. ഒരു സൗണ്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.